കോമേഴ്സ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഇൻറ്റേർണൽ യൂസറും എക്സ്റ്റേർണൽ യൂസറും അതെന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എക്സ്റ്റേർണൽ യൂസർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻ എക്സ്റ്റേർണൽ യൂസർ ഇൻ അക്കൗണ്ടിങ് refers to an individual or entity outside of a company who use financial information to make decisions. എന്ന് വെച്ചാൽ എക്സ്റ്റേർണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനിയുടെ പുറത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ എക്സ്റ്റേർണൽ യൂസർ എന്ന് പറയുന്നത്. ഔട്ട്സൈഡ് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നതും സാധനം സപ്ലൈ ചെയ്യുന്നതൊക്കെ പുറത്തോട്ടാണെങ്കിലാണ് നമ്മളത് എക്സ്റ്റേർണൽ യൂസർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഇത് നോക്കാം, ഏതൊക്കെ എക്സ്റ്റേർണൽ യൂസറിൽ വരുന്നതെന്ന്. ക്രെഡിറ്റാസ്, ഇൻവെസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ പൈസ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നവരാണ് ഇൻവെസ്റ്റേഴ്സ്. അവരെ നമ്മൾ പുറത്തെ ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ ക്രെഡിറ്റാസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഇത് എന്താ പറയുക, കമ്പനി നമ്മൾ സാധനം മേടിച്ചിട്ട് പൈസ കൊടുക്കാന്നുള്ളവരെയാണ് ക്രെഡിറ്റാസ് എന്ന് പറയുക. അവർ പുറത്തുള്ള ആൾക്കാരാണ്. പിന്നെ ബാങ്കും പുറത്തുള്ള ആൾക്കാരാണ്. പിന്നെ സപ്ലയേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് സാധനം സപ്ലൈ ചെയ്യുന്നതാണ് സപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ അതും പുറത്തുള്ള ആൾക്കാരാണ്. ഇവരൊക്കെയാണ് നമുക്ക് എക്സ്റ്റേർണൽ ആയിട്ടുള്ള ആൾക്കാരായിട്ട് വരുന്നത്. ഓക്കെ, നമ്മളപ്പോൾ ഇതിനെയാണ് നമ്മൾ എക്സ്റ്റേർണൽ യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പിന്നെ അടുത്തത് കസ്റ്റമറാണ്. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധനം കൊടുക്കുന്നവരെയാണ് നമ്മൾ കസ്റ്റമർ എന്ന് പറയുക. അവർ ഔട്ട്സൈഡുള്ള ആൾക്കാരാണ്, നമുക്ക് കമ്പനിയുമായിട്ട് ഒരു ബന്ധവും ഇല്ല അവർക്ക്. പിന്നെ റെഗുലാരിറ്റി ബോഡീസ്, ഗവൺമെൻറ്, ഏജൻസീസ്, ടാക്സസ് എന്ന് വെച്ചാൽ ഗവൺമെൻറ്, ടാക്സസ് അതോറിറ്റീസ് എക്സെട്ര. റെഗുലേറ്ററി എന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ് പോലത്തെ ആൾക്കാർ, ഇപ്പോൾ നമ്മൾ ഏജൻസീസൊക്കെ കാണും, ടാക്സ് കൊടുക്കുന്നവർ, അതോറിറ്റീസ്. അവരെല്ലാം കമ്പനിയുടെ പുറത്താണ്, അകത്തുള്ള ആൾക്കാർ, എക്സ്റ്റേർണൽ യൂസറാണ് അവരൊക്കെ വരുന്നത്. പിന്നെ ഫിനാൻഷ്യൽ എന്ന് വെച്ചാൽ പൈസയുടെ ഇതും നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പുറത്തെ ആൾക്കാർ. ഇത്രയാണ് നമുക്ക് എക്സ്റ്റേർണൽ യൂസറായിട്ട് വരുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഇനി നോക്കാം ഇൻറ്റേർണൽ യൂസർ. ആൻ ഇൻറ്റേർണൽ യൂസർ ഇൻ അക്കൗണ്ടിങ് refers to an individual or department within a company that uses financial information to make decisions related to the company's operations, management and strategic planning. എന്ന് വെച്ചാൽ ഇത് കമ്പനിയുടെ അകത്തുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതിനാണ് ഇൻറ്റേർണൽ യൂസർ എന്ന് പറയുന്നത്. അതായത് ഡിസിഷൻ മേക്കിങ്ങും കമ്മ്യൂണിക്കേഷനും കമ്പനിയിലെ അക്കൗണ്ട്സിൻ്റെ കാര്യമായാലും ഫിനാൻസിൻ്റെ കാര്യമായാലും കമ്പനിക്കകത്ത് എന്ത് സംഭവിക്കുന്നോ അതിനെയൊക്കെയാണ് നമ്മൾ ഇൻറ്റേർണൽ യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, കമ്പനിക്ക് പുറത്തായിട്ട് ഇവർക്ക് ബന്ധമില്ല, കമ്പനിയുടെ അകത്ത് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവർക്ക് ബന്ധമുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ യൂസർ എന്ന് പറയുന്നത്. അതിൻ്റെ നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ്, എക്സിക്യൂട്ടീവ്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്. മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കമ്പനിയുടെ ഹെഡ് മാനേജ്മെൻറ്റ് കാണും. പിന്നെ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ കാണും. അവരൊക്കെ ഇൻറ്റേർണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഉള്ളത്. പിന്നെ എംപ്ലോയീസ്, കമ്പനിയുടെ അകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് എംപ്ലോയീസ്. അവരെയും നമുക്ക് ഇൻറ്റേർണലായിട്ട് പറയാം. പിന്നെ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ കമ്പനിയുടെ അകത്ത് തന്നെ ഓഡിറ്റേഴ്സൊക്കെ കാണും ചില കമ്പനികളിലൊക്കെ. അപ്പോൾ ഓരോന്നൊക്കെ ഓഡിറ്റ് ചെയ്യാനായിട്ട് അവരാണ് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ്. പിന്നെ ഓപ്പറേഷണൽ മാനേജേഴ്സ്, ഓരോ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് മാനേജേഴ്സൊക്കെ ഉണ്ട്. അവരെല്ലാം ഇൻറ്റേർണലായിട്ടാണ്. ഇപ്പോൾ കമ്പനിയുടെ അകത്ത് എന്ത് വന്നാലും അതൊക്കെ നമുക്ക് ഇൻറ്റേർണലായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻറ്റേർണൽ യൂസറും എക്സ്റ്റേർണൽ യൂസറും കമ്പനിയുടെ പുറത്ത് എന്ത് സംഭവിച്ചാലും അതൊക്കെ നമുക്ക് എക്സ്റ്റേർണൽ യൂസറാണ്. കമ്പനിയുടെ അകത്ത് എന്ത് സംഭവിച്ചാലും അത് നമുക്ക് ഇൻറ്റേർണൽ യൂസറാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ആദ്യത്തെ ചാനലായ ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം. അതിൽ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷും ഗ്രാമറും മോട്ടിവേഷനിലും ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടു നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ആ ചാനലൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിലും ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.
അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. സോ അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായി നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾ എൻ്റെ ആദ്യത്തെ ചാനൽ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ ചാനൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അവർക്ക് ഈ ചാനൽ യൂസ്ഫുൾ എന്ന് തോന്നുവാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സി യു.